വയനാട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടലാണ് വിൽട്ടൺ. വയനാടുള്ളവരോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അത്രയും ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിന്. ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരിയിലെ ഔട്ട്ലെറ്റിലാണ്. ഇവിടെയാണ് ഈ ഒരു കാർഡിൽ തന്നെ അവരെവിടെയൊക്കെയാണ് വിൽട്ടൺ ഉള്ളത്, പിന്നെ നമ്മൾ എങ്ങനെയാണ് വയനാട്ടിലെ ഐറ്റിനറി പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഒരു കല്യാണം ബിരിയാണിയും സാധാരണ ഒരു ചിക്കൻ ബിരിയാണിയുമാണ്. എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് അവർ ഇവിടുത്തെ ബിരിയാണി സെർവ് ചെയ്തത്. ഇതിപ്പോൾ കല്യാണം ബിരിയാണിയുടെ കൂടെയുള്ള കോംബോസാണ്. ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു, കാരണം ആ മെനുവിലുണ്ടായിരുന്നു. ഇതിലുണ്ടായിരുന്നത് കപ്പയും ബീഫും, പിന്നെ ബീഫിൻ്റെ ഒരു റോസ്റ്റ്, പാൽക്കപ്പ, പിന്നെ ബിരിയാണി, പിന്നെ ഇടിയിറച്ചിയും പഴമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. പാൽക്കപ്പയാണേലും കപ്പ ബീഫും ആണെങ്കിലും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ എവിടെ നിന്നും ഇത്രയും നല്ല ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ സ്വീറ്റായിട്ട് ഒരു മൈസൂർ പാക്കും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വിൽട്ടണിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വയനാട് എൻട്രൻസിലെ അവിടെ നിന്നാണ് കഴിച്ചത്. ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അതും ഇങ്ങനെ ഒരു ഫുൾ മീലൊക്കെ. ഞാൻ പൊതുവേ ഒരു ബീഫിൻ്റെ ഫാനല്ല, പക്ഷേ എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കൂടുതലും ചിക്കനാണ് പ്രിഫർ ചെയ്യാറ്, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കംപ്ലീറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ബിരിയാണിയെ പറ്റി പറയാം. ബിരിയാണി നല്ല സോഫ്റ്റ് ആയിരുന്നു, പീസൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് നല്ല പീസൊക്കെ തന്നെയാണ് കിട്ടിയത്, അങ്ങനെ മോശം പീസുകളൊന്നും ആയിരുന്നില്ല. ആ ഒരു ക്വാണ്ടിറ്റിയും ഭയങ്കര അധികമായിരുന്നു. ബിരിയാണിയുടെ റൈസിനും നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ബിരിയാണിയും പിന്നെ ഈ കപ്പയും ബീഫും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. ബീഫ് റോസ്റ്റൊക്കെ കിടിലൻ. പിന്നെ ഈ കല്യാണം ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ വേറെയും ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കല്യാണം ബിരിയാണീനെ സൈഡാക്കിയിട്ട് ഞാൻ എന്താ കഴിച്ചതെന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബീഫ് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്. ഇതാണ് എൻ്റെ ചിക്കൻ ബിരിയാണി. സാധാരണ ഒരു ഹോട്ടലിൽ കയറി ബിരിയാണി ഓർഡർ ചെയ്ത പോലെ ചെയ്തതന്നേ ഉള്ളൂ. പക്ഷേ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു പാത്രത്തിൽ ബിരിയാണിയും പിന്നെ ഒരു മസാല ഫ്രൈഡ് പോലത്തെ ഒരു എഗ്ഗും ചിക്കൻ 65ഉം പപ്പടവും, എന്തിനു പറയണം, പായസം വരെ ഉണ്ടായിരുന്നു. 2 ടൈപ്പ് അച്ചാറും ഒരു ചമ്മന്തിയും വരെ ഉണ്ടായിരുന്നു ഇതിൽ. ഇതിപ്പോൾ ഞാൻ അപ്പുറത്തെ പാത്രത്തിൽ നിന്ന് കട്ട് തിന്നുന്ന സീനാണ് നിങ്ങളീ കാണുന്നത്. ബീഫ് ഇഷ്ടമല്ലാത്ത ഞാനാണ് ഈ ബീഫ് തന്നിട്ട് ഈ മാരക എക്സ്പ്രഷൻ ഇട്ട് ചാവുന്നത്. ഇത് ഞാൻ കയ്യിൽ നിന്ന് ഇട്ടതല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു ബീഫിൻ്റെ ഫാനായിപ്പോയി ഞാൻ. ഈ ഒരു ബിരിയാണി എന്നെക്കൊണ്ട് ഒരിക്കലും കഴിച്ചു തീർക്കാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബെനിഫിറ്റ്. അതായത് കല്യാണ ബിരിയാണിയിലെ പഴം കടം മേടിച്ചിട്ട് നമ്മുടെ പായസവും അവരുടെ പപ്പടവും കൂട്ടിയിട്ട് നമുക്ക് ഒരു പപ്പടം പഴം പായസം തന്നെ കഴിക്കാം ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട്. ചിക്കൻ 65നെ പറ്റി പറഞ്ഞില്ലല്ലോ, അതായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ ചോദിക്കാതെ തന്നെ കിട്ടിയ എനിക്ക് ആ ചിക്കൻ 65. ഒരുപാട് പൈസയും അവരതിന് ചാർജ് ആക്കിയിട്ടില്ല. സദ്യ കഴിഞ്ഞിട്ട് പായസം കഴിക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ, ഇതിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ബിരിയാണി കഴിച്ചിട്ട് പായസം കാണുന്നത്. ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കട്ടോ, എന്തായാലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. അത്ര നല്ല ടേസ്റ്റാണ് വിൽട്ടണിൽ. ഇനി എപ്പോൾ വേണേലും നിങ്ങൾ വയനാട് പോകുമ്പോൾ ധൈര്യമായിട്ട് കയറിക്കോ വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ. അവിടെ വന്ന സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസും ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.